മലയാറ്റൂർ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ വലിയൊരു സംഭവമാണ്. കാരണം ഒന്ന് വീട്ടിൽ നിന്ന് അത്രയും ദൂരം പോകാമെന്ന് പറഞ്ഞാൽ അന്നൊന്നും അങ്ങനെ ദൂരം പോകാനായിട്ട് നമ്മളെ വിടില്ല, നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇത് അതിനു വേണ്ടി നമ്മൾ നൊയമ്പാകാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ അന്ന് പോയിട്ടിരുന്ന് ഞങ്ങൾ പല പ്രാവശ്യം സൈക്കിളിന് പോവും. അന്നൊക്കെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുക്കണം, 2 രൂപയ്ക്ക് കൈപ്പറ ചെന്ന് വാടകയ്ക്ക് എടുത്തിട്ട് വേണം ആ സൈക്കിൾ കൊണ്ട് പോയി വരും. പിന്നെ ഇവിടെ നടന്നു പോവും. അതൊക്കെ ഒരു പാഷനാണത്. അവിടെ നടന്ന് അവിടെ ചെല്ലുന്നു, അവിടെ നിന്ന് ഒരു നാരങ്ങളും കുടിക്കുന്നു, എന്നിട്ട് നേരെ മല കയറുന്നു, തിരിച്ചു വരുന്നു. അന്നൊക്കെ ആ മല കയറ്റത്തിനും ഇറക്കത്തിനൊക്കെ ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ, എനിക്ക് തോന്നുന്നു പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ കോട്ടുള്ള വളരെ ചുരുക്കം പള്ളികളിൽ ഒന്നായിരുന്നു കൊണ്ട് എടനാട് സെൻറ് മേരീസ് പള്ളി. അവിടെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ചെല്ലുമ്പോൾ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ആൻഡപ്പൻ ചേട്ടൻ, ഒരു പുതുശ്ശേരി ആൻഡപ്പൻ ചേട്ടൻ, പിന്നെ നമ്മുടെ ഇപ്പോൾ ഉള്ള ഷോമി ചേട്ടൻ, ജോഡി ചേട്ടൻ, അങ്ങനെ അവരുടെയൊക്കെ കളി കണ്ടാണ് നമ്മൾ വളരുന്നത്. എന്ന് വെച്ചാൽ ആൻഡപ്പൻ ചേട്ടൻ്റെയൊക്കെ ഒരു സ്മാഷ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അത് നിലം കുഴിഞ്ഞു പോകുന്ന സ്മാഷ് ഇല്ലേ എന്ന് പറഞ്ഞ പോലെയുള്ള അങ്ങനത്തെ കളികളായിരുന്നു. ഭയങ്കര ഒരു വികാരമായിരുന്നു. നമ്മൾ എവിടെ പോയാലും വൈകുന്നേരം 5 മണി എന്ന സമയമുണ്ടെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിലുണ്ടാവും. ഞങ്ങളൊക്കെ അന്ന് പണ്ട് പറയുന്ന പോലെ ഔട്ട് പറക്കി ബോൾ പോകുമ്പോൾ അത് പറക്കി കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരാണ്. ആ ബോൾ ഒരു പ്രാവശ്യം ഫിംഗർ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുള്ളൂ. അങ്ങനെ അത്രയ്ക്കും ഭയങ്കര വാശിയോട് കൂടി കുറേ ടൂർണമെൻറ്റുകളൊക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു ഓർമ്മയാണത്. പള്ളിമുറ്റത്ത് വേറെ എങ്ങും ആരും പോകില്ല. ഒരു 7 മണി 8 മണി വരെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞ് കളിയും കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ക്ലബ്ബുകൾ ആയിരുന്നു പണ്ടത്തെ കൂട്ടായ്മകൾ. ഇന്നത്തെ പോലെ അന്ന് പറയാം നമ്മുടെ കൈപ്പറയിലുണ്ടായിരുന്നൊരു 7 സ്റ്റാർ, അങ്ങനെ പല ക്ലബ്ബുകളുണ്ട്. ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആ പ്രദേശത്തെ ഒരു ഓണം വരുമ്പോൾ അല്ലെങ്കിൽ ഈ ക്രിസ്മസ് വരുമ്പോൾ എല്ലാവരും ഒത്തുകൂടി ഒരു ചെറിയ കുറച്ച് മത്സരങ്ങൾ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക, നാരങ്ങ സ്പൂണിൽ വെച്ചിട്ട് ഓടുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. പിന്നെ ചിലപ്പോൾ ഒരു ഫുട്ബോളിൻ്റെ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഉള്ള ആ ഒരു പ്രദേശത്ത് ഒതുങ്ങുന്നത്. ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടാട് തന്നെ ഉണ്ടാവും ചിലപ്പോൾ 3-4 ക്ലബ്ബ്. അപ്പോൾ ഒരു 10 പേര് 5 പേര് കൂടുന്നത് ഒരു ക്ലബ്ബായിട്ട് മാറ്റിയിട്ട് ആ ഒരു ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരങ്ങൾ. അന്നൊക്കെ കുട്ടികൾ വന്നുകൊണ്ടിരുന്നത്, അതായത് കലാപരമായിട്ടും കായികപരമായിട്ടും വളർന്നുകൊണ്ടിരുന്നത് ഈ ക്ലബ്ബുകളിലൂടെയായിരുന്നു, അല്ലെങ്കിൽ പള്ളികളിലൂടെയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനത്തെ ക്ലബ്ബുകളില്ല, അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസിന് സമയമില്ല എന്നാണ് പറയുന്നത് എല്ലാവരും. പക്ഷെ അതൊക്കെ വലിയൊരു കൂട്ടായ്മയായിരുന്നു. സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനും, അല്ലെങ്കിൽ ഒരാളുടെ മുഖം കറുത്ത് കാണുമ്പോൾ എന്താണെന്ന് അറിയാനൊക്കെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു അത്, ആ ഒരു നാട്ടിൻപുറത്തെ കൂട്ടായ്മകൾ. പക്ഷെ അതൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോയി. പുതിയ തലമുറകൾ ചിലരൊക്കെ അത് വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ എത്രത്തോളം അത് ആ പണ്ടത്തേലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കേട്ട കഥകൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് രാത്രി പോകുമ്പോൾ നമ്മളിപ്പോൾ അവിടെ ഒരു അമ്പലക്കുളങ്ങര അമ്പലം, അവിടുന്ന് ആ വഴി, അത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗം, പിന്നെ നമ്മുടെ എടാട് സ്കൂളിലേക്ക് പോകുന്ന ആ വഴിയിലേക്ക് പോകുമ്പോൾ പലർക്കും ഈ പറയുന്ന കഥകളാണ്. അത് ചിലർക്ക് അനുഭവം ഉണ്ടായെന്ന് പറയുന്നു. ഒരു പന്തം ഇങ്ങനെ കത്തി പോകുന്നതായിട്ട് കാണുന്നു, ചിലരെ കല്ലെടുത്ത് എറിയുന്നതായിട്ട് ഉള്ള ഫീലിംഗ് ഉണ്ടാവണം, ചിലരെ ഉന്തിയിടുന്നു, അങ്ങനെയൊക്കെയുള്ള, അതായത് ആ രാത്രി കാലങ്ങളിൽ ചിലർക്ക് സംഭവിച്ച കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരു പക്ഷേ മുൻകാലങ്ങളിലുള്ള കാരണന്മാർ നമ്മൾ ആ രാത്രി കാലങ്ങളിൽ കൂടുതൽ സഞ്ചരിക്കണ്ട എന്ന് അതിനു വേണ്ടി പേടിപ്പിക്കാൻ വേണ്ടി പറയണമെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ രസകരമായ കഥയാണത്. അത് പറഞ്ഞു വരുമ്പോൾ അങ്ങനെ പോയപ്പോൾ അങ്ങനെ ഒരു പന്തം ഇങ്ങനെ പോയി, ഞാൻ കുറച്ച് നേരം അതിൻ്റെ ബാക്കിൽ കൂടെ പോയി, പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ പന്തം കണ്ടില്ല. അങ്ങനെയൊക്കെയുള്ള പഴയ കാരണന്മാരുടെ കുറേ കഥകളുണ്ട്. അതൊക്കെ കുറച്ചൊക്കെയും നമ്മൾ കേൾക്കുന്നത് ഈ ഗോപാലൻ നായർ ചായക്കടയിരിക്കുമ്പോൾ വേണ്ട അതൊക്കെ കേൾക്കണം. അത് ഒരു പക്ഷേ ഇത് ഉള്ളതാണോ ഇല്ല എന്നുള്ളത് അത് നമുക്ക് രണ്ടാമത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതെനിക്ക് തോന്നുന്നു നമ്മളേക്കും പേടിയാണ്. രാത്രി ഇറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ സൂക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചിലപ്പോൾ കഥകളൊക്കെ ആയിരിക്കാം. ഞാൻ ചീട്ടുകളി ഞാൻ ആദ്യം പഠിക്കുന്നത്, ഞാൻ സെമിനാരിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ, UP-യിലാണ് ഞാൻ സെമിനാരി ചേർന്നത്. ആ പോകുമ്പോൾ 3 ദിവസത്തെ ട്രെയിൻ യാത്രയാണ്. ആ ട്രെയിൻ യാത്രയിലാണ് ആദ്യമായിട്ട് ഞാൻ ചീട്ടുകളി, എന്താ പറയുക, സീരിയസ് ആയിട്ടുള്ള ചീട്ടുകളി 28 ഇപ്പം കാരണന്മാരൊക്കെ വളരെ എന്താ പറയുക, വളരെ ഫോഴ്സായിട്ട് കളിക്കുന്ന ഒരു കളിയാണത്. അല്ലാതെ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ കളിച്ചാൽ കളി എന്ന് പറഞ്ഞാൽ കഴുത, പിന്നെ എന്താ പറയുക, ഈ സെറ്റ്
മൂന്ന് 3A 3 കിങ് ക്യൂൻ എന്ന് പറയുന്ന കളികളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണ വീടുകളുടെ തലേ ദിവസങ്ങളിൽ ചീട്ടുകളി എന്ന് പറഞ്ഞാൽ ഭയങ്കര വേറും വാശിയാണ്. അത് 28 56 എന്നൊക്കെ പറയും. അത് 3 പേരിരുന്ന് അല്ലെങ്കിൽ 4 പേരിരുന്ന് 6 പേരിരുന്ന് അല്ലെങ്കിൽ 4 പേരിരുന്ന് കളിക്കുന്ന കളികളാണ്. പിന്നെ അതിനുശേഷം വന്നാണ് റമ്മി. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചീട്ടുകളി കഴുതേ കൂടുതൽ അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ചീട്ടുകളി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അത്. കാരണം അത് 28 എന്നൊക്കെ പറഞ്ഞാൽ ആ അപ്പുറത്തിരിക്കുന്ന ആളുടെ ചീട്ട് എന്താണെന്ന് വരെ നമുക്ക് വായിച്ചറിയാൻ പറ്റുന്ന അത്രയ്ക്കും കീനായിട്ടുള്ള ഒരു കളിയാണത്. അതുപോലെ ചെസ് കളി എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ ഐക്യമൊക്കെ ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു കളിയാണ്. അതിപ്പോഴത്തെ പിള്ളേർ കളിക്കുന്നത് എനിക്കറിയില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് കഴുതയിലും സെറ്റിലേക്ക് ഒതുങ്ങി കഴിയുന്നവരാണ്. പണ്ടത്തെ കാരണവർ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലുണ്ട് കുറേ പേര് 28 56 എന്നൊക്കെ പറഞ്ഞാൽ എവിടെയാലും അവർ പോയി കളിക്കും. അത് ഒരുപാട് കാശ് വെച്ചിട്ടല്ല, സമയം പോക്കും. പിന്നെ അതൊരു വലിയ ആ 28 ജയിക്കാന്ന് പറഞ്ഞ ടീമിനൊക്കെ പറഞ്ഞാൽ അതൊരു അന്നത്തെ ബുദ്ധിമാന്മാരാണെന്ന് നമ്മൾ കരുതുന്ന ഒരു കളിയാണത്. അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിനുള്ള സമയമില്ല, അതിലേക്കൊന്നും അവർ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണ്, അതൊരു കളിയാണത്. കൂട്ടുകാരെല്ലാവരും എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് പഴയ കൂട്ടുകാർ തന്നെ, നാട്ടിലുള്ളവരായാലും ഞാൻ പറഞ്ഞല്ലോ 3-4 സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാം ആരും തന്നെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് കൂട്ടുകാരായിട്ട് നടന്ന ആരും തന്നെ അങ്ങനെ വിട്ടു പോയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ആ പണ്ടത്തെ ആ ഒരു ബന്ധം വ്യത്യാസം ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പോലെ അല്ല. അത് ഊണിലും ഉറക്കത്തിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടെ നടക്കുന്നത് കൊണ്ട് പരസ്പരം കൃത്യമായിട്ടുള്ളൊരു അറിവുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ഒരു കൂട്ടുകെട്ട് ഇന്നേ വരെ അങ്ങനെ മാറിയിട്ടില്ല. ഇപ്പോഴും ഇപ്പോൾ പലരും ഗൾഫിലാണ്, ചിലർ അമേരിക്കയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. പക്ഷെ അവർക്കും വരുമ്പോൾ ആ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ നേരത്തെ വിളിച്ച് പറയും, ഞങ്ങൾ 30 ദിവസം ഉള്ളൂ കേട്ടോ. നൊയമ്പിലൊക്കെ ആണെങ്കിൽ പറയും, നൊയമ്പ് നോക്കരുത്, ഞങ്ങൾ വരുമ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളതാണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണമെന്നൊക്കെ പറയാം. അത്രയ്ക്ക് ഒരു ആത്മബന്ധമാണ് അത്. ഇന്നവരെ എനിക്ക് അങ്ങനെ ഒരു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ചതി എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ആ ഒരു പഴയ കാലം ജീവിച്ചതിൻ്റെ ആയിരിക്കാം. കൂട്ടുകാരൊരു വലിയ ബലമാണ് കേട്ടോ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവണം, ആത്മാർത്ഥമായ ഫ്രണ്ട്സ്. സാധാരണ ഫ്രണ്ട്സ് നമുക്ക് ഒത്തിരി ഉണ്ടാവും. നമുക്ക് എന്തും തുറന്ന് പറയാവുന്നതും നമ്മുടെ ഒരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ വരുമ്പോൾ തിരിച്ച് ഒരു അഡ്വൈസ് ചോദിക്കാവുന്നതും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഞാൻ അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അത് നമ്മൾ വേറൊരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കും. നമുക്ക് ഒന്നും പേടിക്കാനില്ല. കാരണം അവനോട് ചോദിച്ചാൽ കാര്യങ്ങൾ നടക്കും. എന്തായാലും നമുക്കൊരു ഒരു റൈറ്റ് ഹാൻഡായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ്, എപ്പോഴും തിക്ക് ഫ്രണ്ട്സ്, നമ്മൾ ആ ബന്ധം കാത്തു സൂക്ഷിക്കണം. അത് ഉണ്ടാവണം ഏതിലും. അതായത് നമ്മുടെ സന്തോഷത്തിലായാലും ദുഃഖത്തിലായാലും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയാണ് നമ്മൾ ഈ ഫ്രണ്ട്സ് എന്ന് പറയാം, ചങ്ക് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, ഉണ്ടാവണം. അതങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമല്ല കേട്ടോ. അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങളിലാണ് ഇങ്ങനെയുള്ള സൗഹൃദ വലയങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അത് എന്തായാലും നിങ്ങളത് കാത്ത് സൂക്ഷിച്ചേ പറ്റൂ. അങ്ങനെയുള്ള നല്ല നല്ല കൂട്ടുകാരെ നമ്മൾ ചേർത്ത് പിടിച്ചേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഇങ്ങനെ നമ്മൾ ആദ്യം കേൾക്കുന്ന അവിടെ എയർപോർട്ട് വരുന്നു കേൾക്കുന്നിട്ട് കുറേ നാളുകളായി. പക്ഷെ ആരും അത് വിശ്വസിക്കാൻ തയ്യാറല്ല. അന്ന് എനിക്ക് തോന്നുന്നു കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ആ ഒരു പ്രൊജക്റ്റ് വരുന്നത്. പക്ഷേ അതങ്ങോട്ട് പറഞ്ഞു കേട്ടു. പക്ഷെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞങ്ങളുടെയും കുറച്ച് പാഠങ്ങളൊക്കെ പോയിട്ടുണ്ട്. അന്നൊരു വട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുറച്ച് പാഠം ഞങ്ങളുടെയും പോയിട്ടുണ്ട്. അന്നൊക്കെ അവിടെ ഈ പറയുന്ന ഒത്തിരി വീടുകളുള്ള സ്ഥലങ്ങളായിരുന്നു. പിന്നെ ഈ പറയുന്ന ഇപ്പോൾ റൺവേ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഈ എയർപോർട്ടിൻ്റെ ബാക്ക് വശവും ഫ്രണ്ട് വശത്ത് അധികം വീടുകൾ ഉണ്ടായിരുന്നില്ല. ബാക്ക് വശത്തായിരുന്നു ഏറ്റവും കൂടുതൽ വീടുകൾ ഉണ്ടായിരുന്നത്. അവരെല്ലാം കുടി ഒഴിപ്പിച്ച്, പക്ഷെ അങ്ങനെ തന്നെ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു സൗകര്യങ്ങളും എയർപോർട്ട് തന്നെ ചെയ്തു. പിന്നെ എയർപോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, അതായത് ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ളവരൊക്കെ സൈക്കിൾ ചവിട്ടി പഠിച്ചതും പിന്നെ ഈ പറയുന്ന ഒരു ടോറസ് അല്ലെങ്കിൽ ഒരു ഹിറ്റാച്ചി ഇതൊക്കെ കാണുന്നത് നമ്മൾ ആദ്യമായിട്ടാണ്. ആ സമയത്തൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഒത്തിരി വണ്ടികൾ, ടോറസിനേക്കാൾ ഉപരി നമ്മുടെ ടിപ്പറുകളായിരുന്നു ഏറ്റവും കൂടുതൽ. പിന്നെ അതുപോലെ ഒരു പ്ലാന്റ്, അതായത് മെറ്റലൊക്കെ ഉണ്ടാക്കുന്ന, അതായത് പാറ കൊണ്ടുവന്നിട്ട് മെറ്റൽ ആക്കുന്ന ഒരു പ്ലാന്റ്, പിന്നെ വാർക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്ലാന്റുകൾ, അങ്ങനെയൊക്കെയും പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്.
നമ്മൾ പണ്ടൊക്കെ വായിച്ച് കേട്ടിരുന്നല്ലാതെ നമ്മൾ നേരിട്ട് കാണുന്നത് എയർപോർട്ട് വന്ന പിന്നെയാണ്. പക്ഷെ അപ്പോഴും നമുക്കതിങ്ങനെ യാഥാർത്ഥ്യമാകുമോ എന്നുള്ളൊരു അതൊക്കെ അങ്ങനെ കുറച്ച് നിന്ന് പോകും, സർക്കാർ കാര്യങ്ങളല്ലേ എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഈ പറയുന്ന പോലെ നമ്മൾ ഫ്ലൈറ്റ് ഓപ്പണായി, ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നു. അതൊക്കെ ഒരു ഭയങ്കര കാഴ്ച. ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ് ഇറങ്ങി കാണുന്നത് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ആ സമയത്ത്. കാരണം നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ തമാശയ്ക്ക് പറയുമായിരുന്നു, ഇന്ന ഫ്ലൈറ്റ് വരുന്നത് ഈ സമയത്താണ്, പണി കയറുന്ന സമയമായി. തമാശയ്ക്ക് പറയുന്നതാണ്. ഒരു 5 മണിയാകുമ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ആ ഫ്ലൈറ്റ് വരുമ്പോൾ 5 മണിയായിട്ടോ നമുക്ക് പണി കയറാം എന്നും പറഞ്ഞ് കയറുന്ന, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ 1 മണിയായി, അതേ മറ്റേ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് വന്നു, അല്ലെങ്കിൽ ഇൻഡിഗോടെ വന്നു, അപ്പോൾ ശരിയായി, അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കാൻ സമയമായി എന്നൊക്കെ ഞങ്ങൾ തമാശയ്ക്ക് പറയുന്ന ഒരു കാലഘട്ടം വരെ ആയിരുന്നു അത്. പക്ഷെ ഇപ്പോൾ വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലം. അത് ഒത്തിരി പേര് നമ്മളുടെ എയർപോർട്ട് കാണാനും എയർപോർട്ടിൻ്റെ ബാക്ക് വശത്ത് നിന്ന് അടുത്ത് നിന്ന് ഫ്ലൈറ്റ് കണ്ട് ആസ്വദിക്കാനൊക്കെ ഒത്തിരി പേര് വരുന്നൊരു ചെറിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയായി. ഒത്തിരി ആളുകൾ അവിടെ, ഒത്തിരി കടകളായി, കാര്യങ്ങളായി. അപ്പോൾ കുറച്ചൊക്കെ ഡെവലപ്മെൻറ്റ്. പക്ഷെ നമുക്കൊന്നും എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള പോലെയുള്ള ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ എത്തിയില്ല. അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തുള്ള കുറേ രാഷ്ട്രീയ ഇടപെടലുകളും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. ആദ്യം അന്ന് പറഞ്ഞത് നമ്മളുടെ ഇങ്ങോട്ടേക്കാണ്, ശ്രീമംഗലത്തേക്കാണ് അതിൻ്റെ ഫ്രണ്ട് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷെ എങ്ങനെയോ അറിയില്ല. അതിന് നമുക്കിപ്പോൾ അതിൻ്റെ കുറേ ദൂഷ്യഫലങ്ങളും നമുക്കിപ്പോൾ അവിടെയുണ്ട്. എങ്കിലും അതൊരു കാഴ്ചയ്ക്ക് ഏറ്റവും സുന്ദരമായുള്ള സ്ഥലം. വളരെ ഭംഗിയായിട്ട് ഒത്തിരി പേര് രാവിലെ വന്ന് എക്സസൈസൊക്കെ ചെയ്ത് നല്ല ശുദ്ധമായ വായു ശ്വസിച്ച് നല്ല കാഴ്ചകൾ കണ്ടുപോകുന്ന ഒത്തിരി പേര് അവിടെ വരുന്നുണ്ട്.